കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങളിൽ 40 അതിന്റെ 1-ാമത്തെ വാക്യം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. ബാക്കി വായിക്കുന്നില്ല. ഒരു വളരെ മനോഹരമായ ഒരു സാക്ഷ്യമാണ് ദാവീദിന്റെ. കാത്തിരിക്കുക എന്നതും തമ്മിൽ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു വ്യത്യാസം. കാത്തിരിക്കുക എന്നുള്ളതിന്റെ ഒരു പര്യായമാണ് പ്രാർത്ഥന എന്നത്. അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പം നമ്മുടെ പ്രാർത്ഥന വിഷയം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തില് ദൈവം തന്നിരിക്കുന്ന ആഗ്രഹം ദൈവത്തിന്റെ മുമ്പാകെ വെച്ചിട്ട് കാത്ത് ഇരിക്കണം. ഒരൊറ്റ പ്രാവശ്യം പറഞ്ഞിട്ട് നിർത്തി കളയരുത്. അത് കാത്ത് ഇരിക്കേണ്ടി വരും. വെയിറ്റ് പേഷ്യന്റ്ലി എന്നാണ് ഇംഗ്ലീഷിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോ അത് വിശദീകരിക്കുന്നുണ്ടല്ലോ സുവിശേഷത്തിൽ. എന്തുവാ? നിങ്ങൾ യാചിപ്പിൻ, പിന്നെ മുട്ടുവിൻ, പിന്നെ എന്ത് ചെയ്യണം? അന്വേഷിപ്പിൻ. അത് ഒരു പ്രോസസ്സാണ്. ഒരൊറ്റ കാര്യമാണ് കർത്താവ് പറയുന്നത്. ഈ 3 പ്രക്രിയയും ആക്ച്വലി കാത്തിരിക്കുന്നതിൻ്റെ ആ പ്രോസസ്സിനെയാണ് കാണിക്കുന്നത്. യാചിക്കുക, വാക്കുകൊണ്ട് പ്രാവശ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടോ മുട്ടുക, അത് അടുത്ത സ്റ്റെപ്പാണ്. മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ടും അന്വേഷിക്കുക. നമ്മളത് അടുത്ത ദൈവത്തിന്റെ ഗൈഡൻസ് വഴി എങ്ങനെയുണ്ടെന്ന് എവിടെയെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ പ്രാർത്ഥനയിൽ വരുന്നതാണ്. അതിനെയാണ് കാത്തിരിക്കുക എന്ന് പറയുന്നത്. കർത്താവ് എല്ലാം ഉടനെ അങ്ങ് തരത്തില്ല. അത് വെയിറ്റ് ചെയ്യാൻ പറയും. അതാണ് ഇവിടെ. അത് എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറയുന്നത്? കാത്തിരിക്കണം എന്ന് പറയും. 1-ാമത്തെ കാര്യം, നമ്മിൽ വിശ്വാസ സ്ഥിരത വരേണ്ടതിന് അതൊരു ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് തന്നെയാണ്. കർത്താവിനെ തന്നെ മുറുകെ പിടിച്ച് അവസാനം വരെ ഇരിക്കുമോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. അതിനുള്ള ഒരു കാര്യമാണ് വിശ്വാസം. പെട്ടെന്ന് ചോർന്നു പോകുന്ന ചഞ്ചല ഹൃദയന് ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഞാൻ 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു നടത്തി എന്ന് പറഞ്ഞ് വിട്ടേച്ചു പോയാൽ അതിന്റെ റിസൾട്ട് കിട്ടത്തില്ല. അപ്പൊ റിസൾട്ട് കിട്ടണമെങ്കിൽ അത് കിട്ടുവോളം നമ്മൾ കാത്തിരിക്കണം. ഒരു മാതാവ് തൻ്റെ മകന്റെ രക്ഷയ്ക്ക് വേണ്ടി 50 വർഷത്തോളം അവരൊറ്റ കാര്യത്തിന് വേണ്ടി അവര് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ കാത്തിരുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒടുവിൽ അവരുടെ മരണക്കിടക്കോട് അതുവരെ എത്തിയപ്പോഴാണ് ആ മകന് ദൈവത്തിന്റെ ഭാഗത്തേക്ക് വരുന്നത്. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കടന്നുപോയതായിട്ടാണ് അതിൽ നിന്ന് ഞാൻ വായിച്ചു. ആ അമ്മച്ചിയുടെ സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ആ വിശ്വാസം, മാറ്റമില്ലാത്ത ഉറച്ച വിശ്വാസത്തെ ഞാൻ വളരെ ശ്ലാഘിക്കുന്നു. അത് സന്തോഷമുണ്ട്. നമുക്ക് അത്രത്തോളം ഒരുപക്ഷെ ദീർഘക്ഷമയോടെ ഒന്ന് പ്രാർത്ഥിക്കാനും കാത്തിരിക്കുവാനും കഴിഞ്ഞെന്ന് വരില്ല. ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപ. ഇതിൽ വലിയൊരു ഗുണമുണ്ട്. അറിയാമോ? ഇങ്ങനെ പ്രാർത്ഥിച്ചു അതിനുള്ള മറുപടി കിട്ടാതെ പിന്നെയും നമ്മൾ പ്രാർത്ഥിച്ചു കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവും അറിയാമോ? വിശ്വാസ സ്ഥിരത കൂടാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രാക്ടീസും ഉണ്ടാവും.
അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് യേശു കർത്താവ് അവസാന കാലഘട്ടത്തെ കുറിച്ച് പ്രവചിച്ചു പറഞ്ഞു. അങ്ങനെ അവസാനത്തോളം സഹിച്ചു നിൽക്കാനുള്ള ഇംഗ്ലീഷിൽ പറയും പെർസിവറൻസ്. ഗ്രീക്ക് പദം ഹുപ്പോമോണെ. അപ്പം അത് പിടിച്ചു നിൽക്കാനുള്ള ഒരു പ്രാക്ടീസും ഈ നിരന്തരമായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്നതിലൂടെ നമുക്ക് നേടാനായിട്ട് കഴിയും. രണ്ടാമത് വേറൊരു ഗുണമുള്ളത്, ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥന തുടർന്ന് പോവുകയാണെങ്കിൽ വാർദ്ധക്യത കാലത്തും നമ്മൾ ചെറുപ്പക്കാരെ പിന്തള്ളിയും നല്ല ആത്മീക ആരോഗ്യവും മാനസികമായ ആരോഗ്യവും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ദൈവാത്മാവിനുള്ള ആരോഗ്യവും ഒക്കെ നമുക്കുണ്ടാകും. യെശയ്യാവിന്റെ പുസ്തകം വളരെ പരിചയമുള്ള ഒരു വാക്യമാണ് 40-ാം അധ്യായത്തെ അവസാനം 31 പറയുന്നത്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവരെ ചിറകടിച്ച് കഴുകന്മാരെ പോലെ കയറും എന്നാണ് പറയുന്നത്. അവർ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ ക്ഷീണിതരാണെങ്കിലും വാർദ്ധക്യസകരമായ ക്ഷീണമുണ്ട് എന്നൊരിക്കലും നിങ്ങൾ ചില പല പല വിഷയങ്ങൾ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനാശീലം എന്നതും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇങ്ങനെ അങ്ങനെ ആവണമെന്നില്ല, എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കണം. ലൂക്കോസ് 18-ാം അധ്യായത്തിൽ പറയുന്നതും 1-ാം വാക്യം കൊണ്ട് വായിച്ചാൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്, നമുക്കൊരു ആഗ്രഹമുണ്ട്, അതെനിക്ക് നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കിട്ടുന്ന സമയത്തൊക്കെയും പ്രാർത്ഥന, നടക്കുമ്പോഴും അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക, അങ്ങനെ കാത്തിരിക്കുക. ഇപ്പോഴ് അല്ല എപ്പോ വരും എന്ന്. ദൈവത്തിന്റെ മക്കളെ, ഈ ആത്മീക എക്സർസൈസ്, സ്പിരിച്വൽ എക്സർസൈസ്, ഈ കാത്തിരിക്കുക എന്നുള്ള എക്സർസൈസ് ഉണ്ട്. അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മൾ ചെറുപ്പക്കാരെ പോലെ നല്ല ചിറകടിച്ച് കയറുന്ന ഒരു എന്താ ഈഗിളുടെ പോലെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടിയതായ കറേജ്, ആത്മധൈര്യം നമുക്ക് ലഭിക്കുന്നത്. അതാണ് ഏറ്റവും വേണ്ടിയതാണ്. എബ്രായ ലേഖന കർത്താവ് 10-ാം അധ്യായത്തില് 35-ാം വാക്യത്തിൽ പറയുന്നത്, ഡു നോട്ട് കാസ്റ്റ് അവേ യുവർ കോൺഫിഡൻസ് വിച്ച് ഹാസ് ഗ്രേറ്റ് കോമ്പൻസസ് ഓഫ് റിവാർഡ് എന്നാ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വലിയ പ്രതിഫലമുള്ള കോൺഫിഡൻസ്, ധൈര്യം നിങ്ങൾ ഇത് എഴുതരുത്, കാസ്റ്റ് ഉപേക്ഷിച്ച് കളയരുതെന്നാണ്. അപ്പൊ ആ കോൺഫിഡൻസ്, വലിയ പ്രതിഫലമുള്ള കോൺഫിഡൻസ്, അത് നമുക്ക് ഇതിലൂടെയാണ് ലഭിക്കുന്നത്. കാത്തിരുന്ന് നമ്മൾ നേടുമ്പോൾ കിട്ടുന്ന ശക്തി ഭയങ്കരമാണ്, വലിയ ധൈര്യമാണ്. പിന്നെ അങ്ങോട്ട് നമ്മള് ക്യാരക്ടർ തന്നെ മാറിപ്പോകും. നമ്മുടെ ക്യാരക്ടർ മാറിപ്പോകും. നമ്മള് വളരെ കത്തി ജ്വലിക്കുന്ന ഒരു ദൈവദാസനായിട്ട്, ശക്തിയുള്ള ദൈവത്തിന്റെ ദാസനായിട്ട് പ്രകാശിക്കും, യാതൊരു സംശയമില്ല. ഈ സങ്കീർത്തനക്കാരനെ ദാവീദ് തന്നെ പറയുന്നുണ്ട്, 25-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. എന്തുവാ പറയുന്നത്? കർത്താവേ, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തൻ ലജ്ജിച്ചു പോവുകയില്ല. യാതൊരു സംശയമില്ല. നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, അത് തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വീഴ്ച വരുത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ള വിശ്വാസം അത്ര ശക്തിയാണ്. ആ വിശ്വാസ സ്ഥിരതയിൽ വിജയിച്ചു കഴിഞ്ഞു. എനിക്ക് എന്ത് വന്നാലും അത് കിട്ടും, അവന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു, അവനത് ചെയ്യും എന്നുള്ളത് നേടിക്കഴിയുമ്പോൾ എന്തൊരു ആത്മീയശക്തി എന്നറിയാമോ? ദൈവം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നും എൻ്റെ ഒരു പ്രാർത്ഥന, ഇത് വിജയകരമായി റെഗുലറായിട്ട് നടക്കേണ്ടത്. എന്നെ ഓർത്തും എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വാക്ക് വെച്ചു.